ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ മനസ്സെന്ന സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ഈ അടുത്ത ഭാഗം എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ചന്ദ്രികയോട് സിദ്ധു ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നത്? നീ ചെയ്ത ജോലിയുടെ ഒരു എന്താ ചന്ദ്രിക ഇത്രയും ആലോചിക്കുന്നത്? ഇത് നീ ചെയ്ത ജോലിക്ക് കമ്പനി തരുന്ന സാലറിയാണ് നിനക്കിത്. ഇതാ അതിൻ്റെ ശമ്പളമാണ് നിനക്ക് ഞാൻ തരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിക്ക്. അപ്പോൾ ചന്ദ്രിക ഒരു വിമിട്ടത്തോടെ നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഇതാ നിൻ്റെ ശമ്പളമാണ്, നിൻ്റെ ഉള്ളിൽ ഒരുപാട് ടാലൻ്റ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റായിട്ട് നിനക്ക് തരുന്ന അംഗീകാരമാണ്. ഇനി കുറച്ചുകൂടി നന്നാക്കാനുണ്ട്. ആദ്യം താൻ ഈ പേയ്മെൻറ്റ് വാങ്ങിക്ക് എന്നാണ് സിദ്ധു പറയുന്നത്. വാങ്ങിക്ക് ചന്ദ്രികയെ എന്ന് പറഞ്ഞ് സിദ്ധു അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. വളരെ നന്ദി സാർ. ആക്ച്വലി നന്ദി പറയേണ്ടത് ഞങ്ങളാണ്. നീ തന്ന ആ ഡിസൈൻസ് കാരണമാണ് നമുക്ക് നല്ല പ്രൊജക്റ്റ് തന്നെ കിട്ടിയത്. ശരി സാർ, മഹേന്ദ്രൻ സാറിനും നന്ദി പറയണം. ശരി ചന്ദ്രിക, ഉറപ്പായും പറയാം. ചന്ദ്രിക അവിടെ നിന്ന് പോയി. അപ്പോൾ പോകുന്ന വഴി തിരിഞ്ഞ് നോക്കുന്നുണ്ട് സിദ്ധുവിനെ. പ്രിയ വന്നിട്ട് മലറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മലർ നമ്മൾക്ക് രണ്ടുപേർക്കും ഓടിത്തൊട്ട് കളിക്കാമോ? കളിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കളിക്കാൻ പോവാണ്. അങ്ങനെ ഓടിത്തൊട്ട് കളിക്കുന്നതിനിടയിൽ പ്രിയ അവിടെ താഴെ വീണു. അപ്പോൾ മലരെ എടുത്ത് പൊന്തിക്കുകയാണ്. ആ സമയത്താണ് മേഘ കാറും കൊണ്ട് ആ വഴി വന്നത്. അപ്പോൾ മേഘ അവിടെ ഞെട്ടിയിട്ട് പ്രിയേ എന്ന് വിളിക്കുകയാണ്. അയ്യോ പ്രിയ, എന്ത് പറ്റി മോളെ, എന്ത് പറ്റി? അയ്യോ നന്നായിട്ട് മുറിഞ്ഞല്ലോ, രക്തമൊക്കെ വരുന്നുണ്ടല്ലോ. ഹേയ് മലർ, എന്താ നീ കാണിച്ചത്? ഇങ്ങനെയാണോ കുഞ്ഞിനെ ഓടിക്കുന്നത്? ഒന്നും ചെയ്തില്ല ആൻറ്റി, ഞങ്ങൾ കളിക്കുമായിരുന്നു. എൻ്റെ മോളെ ഓടിച്ചിട്ട് വീപ്പിച്ചിട്ട് കളിക്കുമായിരുന്നു എന്ന് കള്ളം പറയുന്നോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവളെ അടിക്കാൻ കഴിയുമോങ്ങി. അപ്പോഴാണ് അവളുടെ കൈ പിറകിൽ നിന്നും ആരോ പിടിച്ചത്. അപ്പോൾ സിദ്ധു വന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കുമായിരുന്നു അടിക്കാൻ പോകുന്ന സമയത്ത്. അതെ, മലർ പ്രിയയെ തള്ളിയിട്ടതൊന്നുമല്ല, അവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണതാ. അല്ല, കളിക്കുമ്പോൾ കുട്ടികൾ വീഴുന്നത് സാധാരണയല്ലേ? അപ്പോൾ അതിന് പിടിച്ച് അടിക്കുകയാണോ വേണ്ടത്? ഞാനൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. ഇത് നോക്ക്, പ്രിയയുടെ കാല് മുറിഞ്ഞ് രക്തം വരികയാണ്. ഇവിടെ ഓടിച്ചത് കൊണ്ടല്ലേ പ്രിയ താഴെ വീണത്? അപ്പോൾ പ്രിയ പറയാണ്, അമ്മേ ഞാൻ ഞാൻ തന്നെ വീണതാണ്, പ്രിയയല്ല. മലർ എന്നെ ഓടിച്ചതല്ല, വീപ്പിച്ചതല്ല. മലർ എന്നെ തള്ളിയിട്ടതല്ല അമ്മേ. അപ്പോൾ മേഘ പറയാണ്, നീ മിണ്ടാതിരിക്ക്, നിനക്കൊന്നും അറിയില്ല. അവൾ തിരിഞ്ഞു എന്ന് പറഞ്ഞു, ഏയ് മലർ, പ്രിയയുടെ കൂടെ നിന്നെ കണ്ടാൽ ഇനി ഞാൻ ശരിയാക്കും നിന്നെ. ഇവിടെ നിന്നപ്പോ എന്ന് പറഞ്ഞ് അവൾ വായിക്കുകയാണ് മലറിനെ. അപ്പോൾ ആ സമയത്താണ് സിദ്ധു പറയുന്നത്, ഏയ് മേഘ, കൊച്ചുകുട്ടികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കൊച്ചുകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നിനക്കറിയില്ലേ? ഇതേ മലർക്ക് അറിയുന്നത് നോക്ക് എന്ന് പറഞ്ഞ് അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയ, അപ്പം മേഘ, ഓ മലർക്ക് അറിഞ്ഞാൽ നിനക്ക് വിഷമാവും, മലറിൻ്റെ അമ്മ കരഞ്ഞാലും നിനക്ക് വേദനിക്കും. ഞാനും എൻ്റെ മോളും വേദനിച്ചാൽ അത് നിൻ്റെ കണ്ണിൽ കാണില്ല. അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെ കൂട്ടിക്കോ എന്ന് സിദ്ധു. മലറിനും ചന്ദ്രികയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേദനിക്കുക തന്നെ ചെയ്യും. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും. അതിന് നിനക്കെന്താ ഇത്ര പ്രശ്നമോ? ഓ അങ്ങനെയാണോ? എൻ്റെ കുഞ്ഞിൻ്റെ കാല് മുറിഞ്ഞതിൽ നിനക്ക് ഒരു ഫീലിങ്സും ഇല്ല? മലറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അല്ലേ? ഇതേ നോക്ക്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവരെ കണ്ടീഷൻ വെച്ച് വളർത്താൻ വേണ്ടി ഇത് ജയിലൊന്നുമല്ല. അതും പറഞ്ഞ് വാ മോളെ എന്ന് പറഞ്ഞ് മലറിനെ പൊക്കി തട്ടിയെടുത്ത് സിദ്ധു അവിടെ നിന്ന് പോയി. എന്തിനാ അമ്മയെ മലറിനെ വഴക്ക് പറഞ്ഞേ? അവളൊരു തെറ്റും ചെയ്തില്ല, പാവാണ് അവൾ. ഞാനാ അമ്മയെ അവളെ കളിക്കാൻ വിളിച്ചത്, അവൾ ഒരു തെറ്റും ചെയ്തില്ല. ശരി എന്നാ വാ നമുക്ക് കുളിക്കാലോ. അങ്ങനെ ചന്ദ്രിക അവളുടെ സൈക്കിൾ കൊടുത്തിട്ട് ശേഖറിൻ്റെ അടുത്ത് വരികയാണ്, ശേഖറിൻ്റെ പണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പണം അവൾ ശേഖറിന് വെച്ച് നീട്ടുകയാണ്. ഇതാ തൻ്റെ പണം എന്ന് പറഞ്ഞിട്ട്, ഞാൻ തന്നോട് വാങ്ങിച്ച പണം പലിശ സഹിതം തന്നിട്ട് പോകാനാണ് ഞാൻ വന്നത്. ഇതാ നിങ്ങളുടെ പണം. എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരി തന്നെ. അല്ല, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നേ? ഞാൻ എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്കെന്താ? നീ ജോലി ചെയ്യുന്നത് ഹോട്ടലിലാണ്. അവിടെ നിന്ന് നിനക്ക് ഒരു 7,000 8,000 കിട്ടുമായിരിക്കും. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് എങ്ങനെയാണ് 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റിയത്? അപ്പോൾ വേറെ എന്തോ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
താൻ എന്തൊക്കെയാ പറയുന്നേ? ഞാനെന്താ കളവ് അറിയാണോ? ഞാൻ സത്യമല്ലേ പറയുന്നത്. ഈ പണം നിനക്ക് ആര് തന്നു, എങ്ങനെ തന്നു, എന്തിനു തന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അവൾ പറയാണ്, നിങ്ങളെന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്ന രീതിയിൽ പറയാം. നല്ല പണക്കാരനായ ഒരുത്തനെ ചാക്കിലാക്കി അല്ലേ? അവൾ ഷോക്കടിച്ച ഇതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടല്ലോ. നീ അവനെ കസ്റ്റഡിയിൽ വെച്ചത് കൊണ്ടല്ലേ അന്ന് അവൻ അങ്ങനെ പെരുമാറിയത്. ഏയ്, നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നേ? ഞാൻ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് നിനക്ക് ഇതുവരെയും മനസ്സിലായില്ലേ? നിൻ്റെ ഇപ്പോഴത്തെ കള്ളക്കാമുകൻ സിദ്ധാർത്ഥല്ലേ നിനക്ക് ഈ പൈസ തന്നത്. അവളവിടെ നിന്ന് വെമ്മിട്ടത്തോടുകൂടി കളിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, നീയെന്ന് വെച്ച അവന് ഒരു തരം ലഹരിയാ. പണം അവൻ വെറുതെ ഒഴുക്കുകയല്ലേ ചെയ്യുന്നത്. അവൻ നിനക്ക് ഇത്രമാത്രം പണം തരണമെങ്കിൽ അവനെ നീ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടാവുമെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. അവളുടെ കയ്യിൽ നിന്നും പണം തന്നെ താഴേക്ക് വീണുപോയി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ പണം താഴേക്ക് ഇട്ടിരിക്കുന്നത്? സത്യം പറഞ്ഞപ്പോൾ പൊള്ളിയോ? അവൻ ആ പണം എടുത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പണം മറിച്ച് നോക്കി അതും കൊണ്ട് എടുത്തു പോയി. അവൾ സൈക്കിളിൽ അവളുടെ വണ്ടിയിൽ അവൾ പോകാൻ പോകുന്നു. അവൾക്ക് വല്ലാത്ത വിഷമമായി, സങ്കടമായി. അപ്പോൾ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് എന്തോ ആലോചിച്ച് ചിന്തിച്ചിട്ട് അവൾ വണ്ടിയുമായി പോവുകയാണ്. അവൾ അവിടെ നിന്ന് നേരെ പോയത് സിദ്ധു സാറിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ കൗണ്ടറിൽ ആളിരിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ അവൾ നേരെ ഉള്ളിലേക്ക് പോകുവാണ്. അപ്പോൾ അയാൾ വാച്ച്മാൻ പറയാണ്, ഏയ് നിൽക്ക് പോകല്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം എന്നിട്ട് പോകാമെന്ന്. സിദ്ധു സാർ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എന്ന്. അപ്പോൾ അയാൾ ചോദിക്കാൻ വേണ്ടി ഫോൺ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് തന്നെ അവൾ വീണ്ടും നടന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. അയാൾ പറയാണ് പുറകിൽ നിന്ന് വന്നിട്ട്, ഏയ് നിൽക്ക് ചോദിച്ചിട്ട് പോകാം എന്ന് പറയാണ്. അയാൾ വാച്ച്മാൻ അവളുടെ പിന്നാലെ ഓടുകയാണ്. പക്ഷെ അവളതൊന്നും കാര്യമാക്കാതെ അവിടെ ഒരു കൗണ്ടറിൽ ഒരാളോട് ചോദിച്ചു, സിദ്ധു സാറിൻ്റെ റൂം എവിടെയാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്താണെന്ന്. അത് അനുസരിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല, അറിയില്ല എന്താണെന്ന്. അവർ സിദ്ധു സാറിനെ കാണണം പറഞ്ഞിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ഓ, അതാണോ പ്രശ്നം? അതിനകത്ത് നിന്നൊരു സ്റ്റാഫ് ഇറങ്ങി വരികയായിരുന്നു. അപ്പോൾ പറയും, സിദ്ധു സാറിൻ്റെ റൂം എങ്ങോട്ടാന്ന്. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഇത് തന്നെയാണ് സിദ്ധു സാറിൻ്റെ റൂമെന്ന്. അപ്പോൾ അവർ ഉള്ളിലേക്ക് കിടക്കാൻ പോകുമ്പോൾ അവർ പറഞ്ഞ്, ഏയ് ഹലോ എന്താ അങ്ങനെ കിടക്കാൻ പാടില്ല, അവർ ചോദിച്ചിട്ട് കിടക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവൾ റൂമിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു. അവർ ഇവളെ പിന്നാലെ തന്നെ ഓടി വരികയാണ്. മേഡം പറയുന്നത് കേൾക്കും മേഡം, ഒന്ന് നിൽക്കും മേഡം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കാതെ അവളതാ നടന്നു പോകുന്നു. അപ്പോൾ സിദ്ധു അത് കണ്ട് അപ്പോൾ സിദ്ധു വിളിക്കുകയാണ്, ചന്ദ്രികയെ എന്ന് സിദ്ധു വിളിക്കുകയാണ്. സോറി സാർ, ഞാൻ പറഞ്ഞതാ അവരോട് പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരതൊന്നും കാര്യമാക്കാതെയാണ് ഉള്ളിലേക്ക് കടന്നത്. അപ്പോൾ സിദ്ധു പറയാണ്, ഏയ് പ്രശ്നമില്ല എന്ന് സിദ്ധു പറയാണ്. യെസ് ഓക്കെ, ഞാൻ നോക്കിക്കണം, നിങ്ങൾ പോയിക്കോളൂ. ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവൾ പോയി. എന്താ ചന്ദ്രികയെ ഒരു മുന്നറിയിപ്പില്ലാതെ ഓഫീസിലൊക്കെ വന്നിരിക്കുന്നത്? ഇരിക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കാനൊന്നുമല്ല വന്നത്. എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാനെന്ത് ചെയ്തു എന്നാ? സാറ് ചെയ്യുന്നത് ശരിയാണോന്ന് സാറിന് തന്നെ തോന്നുന്നുണ്ടോ? ചന്ദ്രിക നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ പറയാം, സാർ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ സാറിൻ്റെ സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞോ? സാറിനെ വെറുതെ സഹായിച്ചിട്ട് ഞാൻ അപമാനം സഹിക്കാൻ വയ്യാതെ വരികയാണ്. ഞാനെന്ത് അപമാനിച്ചു എന്ന്? സാറ് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ തന്നില്ലേ? ജോലി തന്നില്ലേ? ഞാൻ ചെയ്ത ജോലിക്ക് ശമ്പളവും തന്നില്ലേ? അപ്പോൾ അത് ഞാൻ ചെയ്ത ജോലിയേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടല്ലോ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് സാർ എന്തിനാ ആ ജോലി എനിക്ക് തന്നതെന്ന്. ആ ജോലിക്ക് ഇത്ര വലിയ ശമ്പളം എന്തിനാ തന്നതെന്ന്. ഞാൻ ശേഖറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സാർ അങ്ങനെ ഒരു സഹായം തന്നതെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ ചന്ദ്രിക, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല അത് നിനക്ക് ഞാൻ തന്നത്. നീ നല്ല ഡിസൈൻസ് വരച്ച് തന്നതിന് ഞാൻ നിനക്ക് തന്ന ശമ്പളമാണത്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ആ പണം ഫ്രീ ആയിട്ട് നിനക്ക് ഞാൻ തന്നതൊന്നുമല്ല. ഒന്നും മിണ്ടാതിരിക്കൂ സാർ. 4-5 പടം വരച്ചതിന് 50,000 രൂപയൊക്കെ ശമ്പളം കൊടുക്കുമോ ആരെങ്കിലും? എന്തിനാ സാർ ഇങ്ങനെയൊക്കെ? അയ്യോ ചന്ദ്രിക, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സാർ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട എനിക്ക്. സാർ എന്നെ വീണ്ടും സഹായിക്കുന്നതെന്ന നിലയിൽ എന്നെ വീണ്ടും കഷ്ടപ്പെടുത്തുകയാണ് സാർ ചെയ്യുന്നത്.
സാറ് ചെയ്യുന്ന സഹായം കാരണം മറ്റുള്ളവർ എന്നെ എങ്ങനെയാണ് മോശമായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് സാറിന് അറിയോ? ഇനി ഒരിക്കലും ഞാൻ സാറിനെ വിശ്വസിക്കില്ല. ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം കടം തന്നെയാണ്. അതെപ്പോഴായാലും ഞാൻ സാറിന് തിരിച്ച് തന്നിരിക്കും. അയ്യോ ചന്ദ്രികയെ, അത് നീ വരച്ചതിന് കമ്പനി തന്ന സാലറി, അത് അല്ലാതെ ഞാൻ തന്നതൊന്നുമല്ല. അതെങ്ങനെയാണ് എനിക്ക് നീ തിരിച്ചു തരിക? ഞാനിത് വിശ്വസിക്കില്ല. എക്സ്ക്യൂസ് മീ സാർ. ചന്ദ്രികയെ, ഒരു മിനിറ്റ് സാർ. സാറിനെ മീറ്റ് ചെയ്യാൻ ഒരു ക്ലയൻസ് വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓക്കെ സാർ. രണ്ടുപേരും അപ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വന്നത്. അപ്പോൾ സിദ്ധു, ഹായ് സാർ, വെൽക്കം സാർ. അവർ വെൽക്കം പറഞ്ഞ് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ചന്ദ്രികയോട് സിദ്ധു പറയാണ്, ചന്ദ്രിക ഒരു കുറച്ച് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു. അവർ രണ്ടുപേരും സിദ്ധുവിന് കൈയൊക്കെ കൊടുത്ത്, അപ്പോൾ പ്ലീസ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് അവരെ ഇരിക്കുക ഒക്കെ ചെയ്ത് എത്താൻ പറഞ്ഞു. ഇരിക്കുകയൊക്കെ ചെയ്ത്, സാറിൻ്റെ ഡിസൈൻ ഞങ്ങൾ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിരുന്നു എന്ന് പറഞ്ഞ് ആ പടത്തിൻ്റെ ചിത്രം സിദ്ധുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അവർ. അവരും വളരെ ഹാപ്പിയാണ്. അവരിത് കണ്ട ഉടനെ അപ്രൂവൽ തന്നു. ഓക്കെ 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 സാർ. അതുകൊണ്ട് നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് ഉടനെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഓക്കെ സാർ, ഷുവർ സാർ എന്ന് പറഞ്ഞ് അവർ കൈ കൊടുത്ത് പിരിഞ്ഞു. എന്താ ചന്ദ്രികയെ, ഞാൻ കള്ളം പറഞ്ഞതല്ലേ താൻ പറഞ്ഞത്? ഇതാ നോക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് മുമ്പിൽ ആ പടം നീട്ടുകയാണ്. എല്ലാം നീ വരച്ച ഡിസൈൻസ് അല്ലേ? നിൻ്റെ ഡിസൈൻസാണ് അവർ അപ്രൂവൽ കൊടുത്തിട്ടുള്ളത് ഹെഡ് ഓഫീസിൽ. മനസ്സിലായോ? ഈ ഡിസൈൻസാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രികയെ, നീ ഇനിയും എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും നിനക്കിത് വിശ്വാസമായില്ലെങ്കിൽ, നീ ഇത് അംഗീകരിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെ മുഖത്ത് ഒരു അടി തരാം എന്ന് പറഞ്ഞ് സിദ്ധു അവളുടെ അടുത്ത് പോയി നിന്നു. അപ്പോൾ അവൾ അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് തമാശ പറഞ്ഞപ്പോൾ അല്ല, അവൻ പറയുന്നത് അടിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കുകയാണോ? തമാശ പറയല്ലേ സാർ എന്ന് പറഞ്ഞ് അവൾ ചിരിക്കുകയാണ്. അവൾക്ക് സന്തോഷം കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചന്ദ്രികയെ, നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? എനിക്ക് തമാശ കളിക്കാനല്ലേ പറ്റൂ? ഇല്ല സാർ, ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും ഒന്ന് വിശ്വസിച്ചല്ലോ, സന്തോഷം. അവൾ വീണ്ടും വന്നു, അവിടുത്തെ സ്റ്റാഫ്. അപ്പോൾ അവൾ എക്സ്ക്യൂസ് മീ സാർ എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ച് സംസാരിക്കാൻ കണ്ടിട്ട്, സോറി സാർ, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. ശരി സാർ, ഞാൻ വീട്ടിലേക്ക് പോവുക, സാറിനോട് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രിക അവിടുന്ന് പോകാൻ ഇറങ്ങുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന്. അപ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് തിരിഞ്ഞ് അവനെ നോക്കുന്നുണ്ട് സന്തോഷത്തോടെ, ചിരിച്ചുകൊണ്ട് തന്നെ. അങ്ങനെ അവൾ വരച്ച ആ പടം ഉണ്ടല്ലോ, ആ പടവും നോക്കി സന്തോഷത്തോടുകൂടി ചിരിക്കുകയോ നോക്കിക്കൊണ്ടേ ഇരിക്കുകയോ ഒക്കെ ചെയ്യാണ്. അവൾ ആ റൂമിന് പുറത്തിറങ്ങിയിട്ട് അയ്യോ സാറിനോട് വെറുതെ വഴക്കടിക്കാൻ വേണ്ടി പോയി എന്നൊക്കെ അതും ചിന്തിക്കുകയാണ്. ശരി, വീട്ടിലേക്ക് വരട്ടെ അവൾ ആലോചിക്കുന്നു. അപ്പോൾ അവനങ്ങന്നോ ഒരു സോങ്ങെല്ലാം ഇട്ടിട്ട് നല്ലൊരു സോങ്ങിൻ്റെ ഇതിൽ നന്നായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ചിരിക്കുകയാണ് അവിടെ സന്തോഷത്തോടു കൂടിയിട്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് നേരെ പോയത് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്താണ്. കൂട്ടുകാരനാണെങ്കിലോ മേശപ്പുറത്ത് നിറച്ച് കുപ്പിയും ഗ്ലാസ്സും വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അവൻ സിദ്ധു ചോദിക്കുകയാണ്, എടാ ഇതെന്താടാ ഇങ്ങനെ? അത് ഞാൻ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊണ്ടുവച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാമെന്നുള്ള ധാരണയിലായിരിക്കും. സെലിബ്രേഷനോ? എന്തിനു വേണ്ടിയിട്ട്? അത് കല്യാണം മുടങ്ങിയില്ലേ, അതിൻ്റെ സന്തോഷം കൊണ്ടാ. എടാ, നീയും മേഘയും തമ്മിലുള്ള വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം എന്നുള്ള ഒറ്റ വിചാരമല്ലേ നിനക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിന്നെ കൊണ്ടത് മുടക്കാൻ പറ്റിയില്ല. അബദ്ധവശാൽ അതെങ്ങനെയോ മുടങ്ങി. കാരണം നിനക്ക് ചന്ദ്രികയോടുള്ള പവിത്രമായ ആ സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹമാണ് ഈ കല്യാണം മുടക്കിയത്. അതിനുവേണ്ടിയാ അളിയാ ഈ സെലിബ്രേഷനൊക്കെ. ഈ സന്തോഷം നമുക്ക് നേരം വെളുക്കുവോളം ആഘോഷിക്കണം. നമ്മളെന്ന് പറയണ്ട, നിനക്കെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മറ്റേ എടാ മഹാഭാവി, നിനക്കും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. സോറിയടാ, ചന്ദ്രികയോട് ഞാൻ ഇനി കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുത്തതാ. ആ വാക്ക് ഞാൻ ലംഘിക്കേ ഇല്ല. ഇതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഞാൻ ആരെയും പ്രേമിക്കേണ്ടെന്ന് കരുതിയതും കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചതും. അയ്യോ, ഒരു സന്യാസിയാകാൻ പോവുകയാണോ?
എടാ, ഒരു സന്യാസിയായിട്ടുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് വിവാഹം കഴിച്ചാൽ കിട്ടില്ല ആ സന്തോഷം. എടാ, നീയും എന്നെപ്പോലെ ഈ വിവാഹ ജീവിതമൊക്കെ ഒന്ന് ഉപേക്ഷിക്കടാ. പോടാ അവിടുന്ന്. നീ എന്തോ അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നീ വെള്ളടിക്കാനാണോ വിളിച്ചത്? അല്ലടാ, ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാനാ. എന്താടാ, എന്താ കാര്യം? അതെന്ന് വെച്ചാൽ മേഘയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ആ മഹേഷ്, അവനെപ്പറ്റി എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതെയോ? എന്നാൽ ശരി, പറയ്. മേഘയുടെ ഭർത്താവ് മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ ഉണ്ടവൻ. എടാ, നീ എന്താടാ പറയുന്നേ? അതെ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് അയാൾ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. എടാ, നീ കാര്യമായിട്ടാണോ പറയുന്നത്? മനീഷ് മരിച്ചു പോയെന്നാണല്ലോ മേഘ പറഞ്ഞത്. മനീഷ് എന്നാണ് അവളുടെ ഭർത്താവിൻ്റെ പേര്. നീ പറയുന്നു അവൻ ജീവനോടെ ഉണ്ടെന്ന്. എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആകുന്നു. അതേ കൺഫ്യൂഷൻ തന്നെയാണ് എനിക്കും ഉള്ളത്. പക്ഷേ മനീഷിനെ നേരിട്ട് കാണുന്നത് വരെ നമുക്ക് ഈ കൺഫ്യൂഷനിൽ കഴിയാനേ പറ്റുള്ളൂ. അവനും അവൻ്റെ കുടുംബവും എവിടെയുണ്ടെന്ന് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, അഥവാ അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് മനീഷിനെ പോയി ചെന്ന് കണ്ടേ പറ്റൂ. എനിക്ക് അത്ഭുതം തോന്നടാ. എന്തായാലും എങ്ങനെയെങ്കിലും അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിച്ചിട്ട് മേഘയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. കാരണം മേഘയല്ലേ മനീഷ് ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, മനീഷിൻ്റെ കുടുംബത്തെക്കുറിച്ച് അവളൊന്നും പറയുന്നുമില്ല. ഇതിനെല്ലാത്തിനും അപ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. എടാ, മേഘ അപ്പം എന്തോ വലിയ തെറ്റ് ചെയ്തെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എടാ, എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നത്. ശരി, എത്രയും പെട്ടെന്ന് അതും നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ നാളെ തന്നെ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.